എടാ ഈ പ്രാവശ്യത്തെ ഓഫീസിൽ ഓണത്തിന് ടൈറ്റിൽ നീ കേട്ടായിരുന്നോ? ഓഫീസിൽ വന്നോണം നിന്നോണം. പിന്നെ നമ്മളെങ്ങാനും മാവേലിനെ കൊണ്ടുവന്നില്ലെങ്കിൽ അവര് ടൈറ്റിൽ മാറ്റും. എന്താ എല്ലാരും നമ്മളെ നോക്കിട്ട് മുണ്ട് പൊക്കിക്കോണം. അങ്ങനെയാക്കും. ഓ മൈ ഗോഡ്, അപ്പൊ ശരിക്കും പൊക്കൂ? അതല്ലേ ആണെച്ചാ നമ്മൾ ഏതും തോട്ടത്തിലൊരു മാവേലിനെ അന്വേഷിച്ച് വന്നത്. അതാണ് നമുക്ക് തപ്പാം. വാ അതൊക്കെ വെക്കട്ടെ. ഇന്ന് വീട്ടില് മീൻകറി ഇല്ലാലേ? ആണ്ടാ. അല്ല തലയില് ചട്ടിയൊക്കെ അമർത്തിയ ചേർന്നു. വേണ്ട, വലിയ തമാശ പറയണ്ട. തപ്പാം, മാവേലിനെ തപ്പാം. ഓണം വന്നേ ഊഞ്ഞാലിട്ടേ കൂട്ടുകാരെ ഓടിവാ. കൂട്ടുകാരൻ തീറ് സാധനം തന്നെടേ. നമുക്ക് പുള്ളിയോട് ചോദിച്ചാലോ? രോചക സംഗീതത്തിന്റെ ഭക്തകളായിരുന്നു അല്ലേ? ആളൊഴിവ് പാടിട്ടോ, നല്ല സംഗീതം. അല്ല, സംഗീതത്തെ പറ്റി സംസാരിക്കണ്ട, അത് വിട്. നമ്മള് വേറൊരു കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. നീ പറയണേ. ചേട്ടാ ഫ്രീ ആണോ? ചേട്ടന്റെ വിലപ്പെട്ട ഒരു 5 മിനിറ്റ് ഞങ്ങൾക്ക് തരാമോ? ഒരു കാര്യത്തിലത്ത് ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കാനുള്ളതാണ്. എന്നാലും പൊന്നുമൻ പറ, എന്താ വേണ്ടേ? ചേട്ടനെ കണ്ടപ്പോഴേ അറിയാം ചേട്ടന് മറ്റേ സാധനമുണ്ട്. അത് ദൈവം എല്ലാ മനുഷ്യർക്കും കൊടുത്തിട്ടുണ്ട്, എന്നിൽ മാത്രമല്ല. ഡോണ്ട് റിപ്പീറ്റ്. തപ്പി നോക്കും മോനും ഉണ്ടാവും. അത് അതല്ല കഴിവ്. അപ്പച്ചനെന്തേ കാണിക്കുന്ന? ചേട്ടാ വി ആർ ടോക്കിംഗ് വെരി സീരിയസ്ലി. ചേട്ടൻ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? എവിടെയാ സ്ഥലം? എവിടെയാ? ഇത്ര വേണ്ട, ഇച്ചിരി പൊടിക്കടങ്ങ്. മയത്തി പറ. മാവേലിയാവ ഇത്ര വേണ്ട, പൊടിക്കടങ്ങ്. ഇത്ര വേണ്ട, ആവശ്യമില്ലടാ, ആവശ്യമില്ല. മാവേലിയാവനാ നീ കണ്ടോ കളിക്കണം? നീ കൊച്ചു കളവന്റെ ഫ്രണ്ടിൽ ഞാൻ എത്ര പോയിട്ടുണ്ടെന്ന് അറിയാർക്ക്. എന്തുണ്ടാക്കാൻ? കൊച്ചു കളവൻ ഫ്രണ്ടിനെ കുറ്റി വിളിച്ചിടത്തുണ്ട്. അപ്പൊ പോലും എനിക്ക് ഇത്ര വിഷമം ഉണ്ടായിട്ടില്ല. മാവേലിയെ വിളിച്ചോണവൻ ഒരു 10,000 രൂപയൊക്കെ വരും. ആലോചിക്കാവുന്ന കേട്ടോ അതൊക്കെ. ഒരു ബിരിയാണിയും 10,000. നമുക്ക് എങ്ങനെ വെച്ച് പറഞ്ഞത് സെറ്റാക്കി വിടാമെന്നുള്ളൂ. പെട്ടെന്ന് സെറ്റ് ആക്കണം. നാളെ ഇരുട്ടായി, രാത്രിയായി, ശുഭതീരം നേരാറായി. നെക്സ്റ്റ് മോർണിംഗ് വിളിക്കൂ. ഐ ആം റെഡി ഓൾസോ. എന്നാ ഓക്കെ. ടൈം 5:30. ഓക്കെ കൂൾ. സ്കൂളുണ്ടോ? അതും വേണം, അതാ ഉദ്ദേശിച്ചത്. ഓക്കെ. വരും, വരാതിരിക്കാം. അല്ല ദൈവം കൊടുത്തേ. ഇവിടെ സാധനം